കളകളം കായലോളങ്ങൾ പാടും കഥകൾ, കളകളം കായലോളങ്ങൾ പാടും കഥകൾ. ഒരു മുത്തുപോലാം പെൺകിടാവിൻ, കുട്ടനാടൻ പെൺകിടാവിൻ കത്തും നോവുകൾ പൂക്കളായി മറും തെച്ചിപ്പൂക്കളായി കണ്ണുനീർ വാർക്കും കഥകൾ. കളകളം കായലോളങ്ങൾ പാടും കഥകൾ. പ്രിയരെ, സഭയുടെ സീനിയർ സ്റ്റാൾസ് സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധേയമായി കേട്ട് അതിനെ വിലയിരുത്തി ദിനം തോറും ചർച്ച ചെയ്യുന്ന ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ മിസ്റ്റർ ജി മാത്യു സംഘടനയുടെ 2025-2026 വർഷത്തെ പ്രവർത്തനത്തെ അവലോകനം ചെയ്യുവാൻ തയ്യാറായതിൽ അതിയായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. മിസ്റ്റർ ജി മാത്യുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരു കൈതോലപ്പായ മാത്രം കാണിക്കാമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ആ കൈതോല പ്രദേശമാകെ കൊണ്ട് കാണിച്ച സീനിയർ സിറ്റിസൺ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ. ഒരു വർഷത്തെ സീനിയർ സിറ്റിസൺ പ്രവർത്തനങ്ങളുടെ കലാശക്കൊട്ട് ഏപ്രിൽ 16 ഏകദിന ഉല്ലാസയാത്രയോടെ സുന്ദരമായ സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു വർഷം നടത്തിയ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുന്നത് വിജയകരമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി തുടരാനും പ്രതീക്ഷിച്ച ഫലം നൽകാനാകാത്ത പരിപാടികളിലെ പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് തിരുത്താനും നമ്മെ സഹായിക്കും എന്നതിൽ സംശയമില്ല. 2025 നോമ്പുകാല ചിന്തകളെന്ന ആത്മീയ പരിപാടിയോടെ തുടക്കം കുറിച്ച് തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ആ ചിന്തകൾ പങ്കുവച്ചതിന് ശേഷം യൂത്ത് വിങ്ങിൻ്റെ പ്രൈസ് ആൻഡ് വർഷിപ്പ് പരിപാടികളിൽ ഒരുമിച്ച് പങ്കാളികളായത് യൂത്ത് വിങ്, സ്ത്രീജനസഖ്യം, സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് എല്ലാവരും സഭയുടെ ഒരേ ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങളാണെന്ന സത്യത്തെ നമ്മെ കൂടുതൽ ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം പങ്കെടുത്ത ഓരോരുത്തരുടെയും മനസ്സിൽ ആത്മീയ സന്തോഷവും ഐക്യബോധവും വളർത്താൻ ഇത് സഹായകമായി. ഹോളി കമ്മ്യൂണിയൻ ആരാധനയിലെ വചന ശുശ്രൂഷയിൽ നിന്ന് ലഭിച്ച പ്രചോദനത്തിൻ്റെ ഫലമായി 2025 ജൂൺ മുതൽ ആരംഭിച്ച ചെയിൻ ബൈബിൾ റീഡിംഗ് ഓരോ ദിവസവും രാവിലെ കേൾക്കുന്നതിലൂടെ ദിവസത്തിൻ്റെ ഒരു ആത്മീയ ഉണർവായ തുടക്കമായി മാറി.
പ്രഭാത ബൈബിൾ ചെയിൻ റീഡിംഗ് ഒരു സാധാരണ ആത്മീയ ശീലമെന്നതിലുപരി ജീവിതത്തിന് ഒരു പുതു വൈഭവം പകർന്ന അനുഭവമായി മാറിയെന്ന് പറയാം. രാവിലെ പാചകത്തിനിടയിലും ദൈവവചനം ഹൃദയത്തിൽ മുഴങ്ങുന്ന ഒരു താളം ലഭിച്ചുവെന്ന് പലരും പങ്കുവച്ചപ്പോൾ ആ സന്തോഷം വാക്കുകളിൽ അടക്കാനാവാത്തതായിരുന്നു. ആ താളം തുടരട്ടെ എന്ന ആഗ്രഹത്തോടെ ഓരോ പുസ്തക വായനയും അവസാനിക്കുമ്പോൾ അതിനെ ആസ്പദമാക്കി ബൈബിൾ ക്വിസ് സംഘടിപ്പിക്കുമെന്ന പ്രഖ്യാപനം, അതും 1, 2, 3 സ്ഥാനക്കാരോടൊപ്പം പ്രേക്ഷകരെയും ഉൾപ്പെടുത്തി സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചതോടെ സീനിയർ സിറ്റിസൺ അംഗങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പുതു ഉണർവ് വിരിഞ്ഞു. അത് ഒരു ക്വിസ് മാത്രമായിരുന്നില്ല, അവരെ അവരുടെ ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും മടക്കിക്കൊണ്ടുപോയ ഒരു മധുര യാത്രയായിരുന്നു. മറന്നുപോയ അറിവുകൾ വീണ്ടും വിളിച്ചുണർത്തിയ ഒരു അനുഭവം. ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ചിരിക്കുകയും ഓർക്കുകയും ചെയ്ത ഒരു ആത്മീയ ആഘോഷം. ശ്രീ ആൽബർട്ട് രാജ്, ശ്രീ ജോൺസ് എന്നിവർ സ്വമേധയാ നൽകിയ സമ്മാന സ്പോൺസർഷിപ്പും ചേർന്നപ്പോൾ ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമായി മാറി. ഉത്പത്തി പുസ്തകം 2 ഭാഗങ്ങളാക്കി തുടർന്നുള്ള 4 പുസ്തകങ്ങൾ ഓരോ ഭാഗങ്ങളായി, ആകെ 6 ക്വിസ് പരിപാടികൾ. അതിനൊപ്പം ആദ്യത്തെ 5 പുസ്തകങ്ങളെ ആസ്പദമാക്കി വിജയികളെയെല്ലാം ഉൾപ്പെടുത്തി നടത്തിയ മെഗാ ക്വിസ്. ഇതെല്ലാം ചേർന്ന് ബൈബിൾ ചെയിൻ റീഡിങ്ങിനെ ഒരു രസകരമായ പഠനയാത്രയാക്കി മാറ്റി. ഇത് ഒരു പരിപാടി മാത്രമല്ലായിരുന്നു, വിശ്വാസവും പഠനവും സന്തോഷവും കൈകോർത്ത ഒരു അനുഭവം. ഓരോ ഹൃദയത്തിലും ദൈവവചനത്തിൻ്റെ മാധുര്യം വീണ്ടും പുതുക്കിയ ഒരു അനുഗ്രഹ നിമിഷം. ഇത്തരമൊരു സൃഷ്ടിപരമായ ശ്രമം തീർച്ചയായും ഹൃദയംഗമമായ പ്രശംസയ്ക്കും നന്ദിക്കും അർഹമാണ്. രോഗികളെയും ഏകാന്തതയിൽ കഴിയുന്ന അംഗങ്ങളെയും സന്ദർശിക്കുകയും അവർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മിൽ ഒരു പുതിയ ധൈര്യവും പ്രത്യാശയും ഉണർത്തി. ഇന്നത്തെ, അതായത് 19/4/26 ഹോളി കമ്മ്യൂണിയൻ ശുശ്രൂഷയിൽ നിശ്ചയിച്ച വിഷയത്തെ ആസ്പദമാക്കി നൽകിയ വചന ശുശ്രൂഷ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ച അനുഭവമായിരുന്നു. കൊടുങ്കാറ്റടങ്ങിയ ശേഷം ഭക്ഷണം കഴിക്കാം എന്ന് കാത്തിരിക്കാതെ പ്രതിസന്ധികളുടെ നടുവിലും ദൈവം കരുതിക്കോളും എന്ന അചഞ്ചലമായ വിശ്വാസത്തോടെ ഭക്ഷണം കഴിച്ച കഥ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അത്യന്തം പ്രസക്തവും പ്രബോധനപരവുമായിരുന്നു. ആ വചനത്തിൽ നിറഞ്ഞിരുന്ന ആത്മീയ ശക്തിയും പോസിറ്റീവ് എനർജിയും നമ്മിൽ ഒരു പുതിയ ധൈര്യവും പ്രത്യാശയും ഉണർത്തി. കൊടുങ്കാറ്റിനെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളായി കാണുകയും ഭക്ഷണത്തെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായി ഉൾക്കൊള്ളുകയും ചെയ്ത ആ ദൃശ്യാവിഷ്കാരം ഏത് കഠിന സാഹചര്യങ്ങളിലും തളരാതെ മുന്നേറാനുള്ള ആത്മവിശ്വാസം നമ്മിൽ നിക്ഷേപിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ ചെയിൻ റീഡിങ്ങിനെ നമ്മുടെ ആത്മീയ ആഹാരമായി കാണുകയും അതിനിടയിൽ ഉയരുന്ന തടസ്സങ്ങളെ കൊടുങ്കാറ്റുകളായി തിരിച്ചറിയുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ രോഗികൾക്കായി നടത്തുന്ന പ്രാർത്ഥനകളെ ആത്മീയ പോഷകമായി കാണുകയും ജീവിതത്തിലെ തടസ്സങ്ങളെ അവഗണിച്ച് ആ ശുശ്രൂഷയിൽ സ്ഥിരത പുലർത്തുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യവും ഈ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും നടുവിലും ദൈവവിശ്വാസം കൈവിടാതെ ആത്മീയാഹാരം തുടരുകയും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ശക്തമായ ആഹ്വാനമായിരുന്നു ഇന്നത്തെ വചന ശുശ്രൂഷ. കൊയ്ത്തുത്സവത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷങ്ങളുടെയും ഒരുക്കങ്ങൾ ചില ഘട്ടങ്ങളിൽ സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിൻ്റെ പരിപാടികളെ സ്വാധീനിച്ചെങ്കിലും ഈ വർഷത്തെ നോമ്പുകാല ചിന്തകൾ ആഷ് വെനസ്ഡേ മുതൽ ഈസ്റ്റർ വരെ തടസ്സമില്ലാതെ നടത്താൻ കഴിഞ്ഞത് സെക്രട്ടറി നടത്തിയ ക്രമബദ്ധമായ പ്ലാനിങ്ങിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെയും തെളിവാണ്. കൂടാതെ ഈ വർഷത്തെ ടൂർ മുൻ വർഷത്തേക്കാൾ കൂടുതൽ സുസംഘടിതവും ആനന്ദകരവുമാക്കാൻ കഴിഞ്ഞത് നമുക്ക് ലഭിച്ച അനുഭവത്തിൻ്റെ ഫലമാണെന്നതും സന്തോഷത്തോടെ ഓർക്കാം. വ്യക്തമായ സിലബസോടെ തുടർച്ച ഉറപ്പാക്കിയ ഒരു ബൈബിൾ സ്റ്റഡി എന്ന നിലയിൽ നോമ്പുകാല ബുധനാഴ്ചകളിലെ വീട്ടുപ്രാർത്ഥനകൾ നമുക്ക് മുന്നോട്ടുള്ള വഴികാട്ടിയായി തീർന്നു. അത് ഒരു പരിപാടി മാത്രമല്ല,
നമ്മുടെ ആത്മീയ യാത്രയുടെ ദിശ നിർണയിച്ച ഒരു അനുഭവവുമായിരുന്നു. ഇപ്പോൾ 1 വർഷം പിന്നിട്ട് ഒരു സന്ധ്യ മറ്റൊരു ഉഷസ്സിലേക്ക് മാറുന്ന ഈ വേളയിൽ പുതുവത്സര പ്രതീക്ഷകളോടെ നാം മുന്നോട്ട് നോക്കുന്നു. ഓരോ പ്രഭാതവും കണ്ണു തുറക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവവചനം കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന പ്രത്യാശ നമ്മെ നിറയ്ക്കുന്നു. രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും ഏകാന്തതയിൽ കഴിയുന്നവരെയും കൂടുതൽ കരുതലോടെ സമീപിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും പ്രാർത്ഥനയിൽ അവരെ ഉൾക്കൊള്ളാനും കൂടുതൽ സജീവമായ ഇടപെടൽ ആവശ്യമുണ്ട്. അതോടൊപ്പം നോമ്പുകാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ നടത്തിയിരുന്ന ഭവന പ്രാർത്ഥനയും ബൈബിൾ സ്റ്റഡിയും സ്ഥിരമായി തുടരാനുള്ള സാധ്യതകളെയും നാം ഗൗരവമായി പരിഗണിക്കണം. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം വർഷം. കഴിഞ്ഞ വർഷം നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് കൂടുതൽ ഐക്യത്തോടെയും ആത്മീയ സമർപ്പണത്തോടെയും വരുന്ന വർഷത്തിലേക്ക് ഒരുമിച്ച് ചേർന്ന് നടക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭയുടെ ഐക്യത്തിനായി ഓരോ സംഘടനകളും കൈകോർത്ത് പ്രവർത്തിക്കുമ്പോൾ ആത്മീയ തലത്തിലും ഭൗതികമായും കൈവരിക്കുന്നതായിട്ടുള്ള വിജയതലങ്ങൾ എല്ലാവരിലും ശ്രദ്ധേയമാവുകയും സഭയായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന സമയം എത്ര ആനന്ദം നൽകുന്നു. നമ്മുടെ സീനിയർ സ്റ്റാർസ് എന്ന സംഘടന തുടക്കം കുറിച്ച് നാൾ മുതൽ നടത്തിക്കൊണ്ടുപോയ പ്രവൃത്തികൾ തുടർന്നു പോകുന്നു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചവരെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. കാലങ്ങളുടെ മാറ്റത്തിനനുസൃതമായി ഡിജിറ്റൽ യുഗത്തെയും മുതലാക്കി സീനിയർ സ്റ്റാർസ് എന്ന സംഘടന സഭാജനങ്ങളുടെ ശബ്ദത്തെ വരും തലമുറകൾ കേൾക്കാനായി കാത്തു സൂക്ഷിക്കുവാൻ ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് എന്ന പരമ്പര ഡിജിറ്റലായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നത് സന്തോഷമായി അറിയിക്കുന്നു. ജൂൺ മാസം 1-ാം തീയതി മുതൽ 2025 ആണ്ട് ജൂൺ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 28-ാം തീയതി വരെയുള്ള 211 ദിവസങ്ങൾ മുടക്കം കൂടാതെ 241 വ്യക്തികളാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ജോഷുവായുടെ ഭാഗം വരെയുള്ള വേദപുസ്തക ഭാഗങ്ങൾ വായിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നിയോഗിതരായവരുടെ സഹകരണത്തിന് നന്ദി പറയുവാൻ വാക്കുകൾ പോരാ. അങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ദേവാലയത്തിന്റെ ഓരോ കല്ലുകളും വിളിച്ചു പറയുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഓരോ സംഘടനകളിലും പ്രായോഗികമാക്കുമ്പോൾ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും അനുഭവമാകുന്ന സംതൃപ്തി രുചിച്ചറിയണമെങ്കിൽ സഭയായി ഓരോ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ കേട്ടറിയണം. ഇതാണ് മിസ്റ്റർ ജി മാത്യുവിൽ നിന്ന് കേട്ട ശബ്ദം വിളിച്ചു പറയുന്നത്. വിലപ്പെട്ട അഭിപ്രായങ്ങൾ സഭാംഗങ്ങളിൽ പലരും രേഖപ്പെടുത്തിയതനുസൃതമായി മാറ്റങ്ങൾ വരുത്തി എന്നത് ശ്രദ്ധിച്ചതെന്ന് മനസ്സിലാക്കി. സഭയുടെ എല്ലാ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുപ്പിക്കുവാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ച ബഹുമാനപ്പെട്ട റവറൻ ജിജി വർഗീസ് അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും സ്തുത്യർഹമായ സേവനത്തിന് നന്ദി പറയാതെ സീനിയർ സ്റ്റാർസ് എന്ന സംഘടനയുടെ പ്രവർത്തനത്തെ വിലയിരുത്താനാവില്ല. എല്ലാ സഭാവിശ്വാസികൾക്കും നന്ദി. ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സീനിയർ സ്റ്റാർസ് സംഘടനയ്ക്ക് വേണ്ടി സെക്രട്ടറി.